പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പിക്സൽ ലാബ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കാരണം പിക്സൽ ലാബ് എന്ന് പറയുന്നത് അത് ഫ്രീ ആണ്, ക്യാഷ് ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഏത് രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു 5 തംബ്നെയിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും താഴത്തെ തംബ്നെയിലേ ഉള്ളൂ ഒരു സ്വല്പം വ്യത്യാസമായിട്ട്, ബാക്കിയെല്ലാം ഏകദേശമൊക്കെ ഒരു പോണക്കൊക്കെയാണ് അല്ലേ. സ്വല്പമൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വ്യത്യാസമായിരിക്കും. ബാക്കിയെല്ലാം സ്വല്പം വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷെ അത് ചെയ്യുന്ന രീതി എല്ലാ ഈ കാണിച്ചിരിക്കുന്ന തംബ്നെയിൽ ലാസ്റ്റിലത്തെ ഒഴികെ ബാക്കിയെല്ലാം ചെയ്യുന്ന ഒരേ രീതിയൊക്കെയാണ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു തംബ്നെയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ കാണിച്ചിരിക്കുന്നില്ല, ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന തംബ്നെയിലെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ഏറ്റവും താഴെയായിട്ട് കാണിച്ചിരിക്കുന്ന തംബ്നെയിൽ അത് സ്വല്പം വ്യത്യാസമുണ്ട്, ഒരെണ്ണത്തിന്റെ മാത്രം വ്യത്യാസമാണ്. അത് മറ്റതിൽ നിന്നും സ്വല്പം വ്യത്യാസമുണ്ട്, പക്ഷെ അത് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ബാക്കി എല്ലാ തംബ്നെയിലും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും ലാസ്റ്റിലത്തെ തംബ്നെയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കാണിക്കുന്നത്. അത് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കാണിച്ചിരിക്കുന്ന എല്ലാ തംബ്നെയിലും, ഈ ഇവിടെ ആയിട്ട് കാണിച്ചിട്ടുള്ള ഇപ്പൊ 5 തംബ്നെയിലില്ലേ, 5 തംബ്നെയിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ പിക്സൽ ലാബ് ഇത് കണക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് കണക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇനി അങ്ങോട്ടും മുന്നോട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഒരു തംബ്നെയിൽ ചെയ്യേണ്ട രീതികളാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പിക്സൽ ലാബ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രീതിയിലായിരിക്കും ഇങ്ങനെ ഓപ്പൺ ആവുന്നത്. ഇങ്ങനെ ഓപ്പൺ ആയതിനു ശേഷം ഇത് ക്യാൻസലോ അല്ലെങ്കിൽ ഓക്കെ ഏത് കൊടുത്തു കഴിഞ്ഞാലും ഇതേമാതിരി ഇങ്ങനെ വരും. ക്യാൻസൽ കൊടുത്ത് കഴിഞ്ഞാലാണ് ഇതേ മാതിരി വരുന്നത്. ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നേ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തംബ്നെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ കൊടുത്തിട്ട് ഞാൻ ഇത് കണക്ക് ആദ്യമേ ഇത് ഇൻസ്റ്റാൾ ചെയ്ത കാരണമാണ് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. അല്ല അതപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇതേ രീതിക്കായിരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ആദ്യമേ നമുക്ക് ഇതിന്റെ സൈസ്, നമുക്ക് ഏത് സൈസ് ആണോ വേണ്ടുന്ന ആ സൈസ്, നമുക്ക് ഇതിന്റെ സൈസ് വേണ്ടേ. ഒരു തംബ്നെയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈസ് ഇപ്പോൾ ഈ മുകളിലായിട്ട് 3 ഡോട്ട് കാണുന്നില്ലേ, അവിടെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്ക് ഇമേജ് സൈസ് എന്ന് ഇങ്ങനെ ഇത് നമ്മൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇത് കണക്ക് നമുക്കൊരു ഇത് വരും. ഇത് കണക്കൊരു പേജ് ഓപ്പൺ ആയി വരും, ഇങ്ങനെ കാണിക്കും നിങ്ങൾക്ക്. അതിൽ കസ്റ്റം എന്ന് കാണിക്കുന്നുണ്ട്, ഇവിടെ കസ്റ്റം എന്ന്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് താഴോട്ടുണ്ട്, അത് അവിടെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ക് നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷൻ വേണേലും നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഈ ഇവിടെ രണ്ടാമതായിട്ട് കാണിച്ചിട്ടുള്ള സ്ക്വയർ സൈസ് ആണ്. ഓക്കെ, ഈ സ്ക്വയർ സൈസാണ് നമ്മളിവിടെ ഓൾറെഡി ഇപ്പം ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ടേ കണ്ട സൈസ് അതാണ്. അപ്പൊ നമുക്ക് ഈ സൈസ് അല്ല വേണ്ടത്. നമുക്ക് എന്താണ് വേണ്ടത്? യൂട്യൂബിന്റെ തംബ്നെയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് യൂട്യൂബിന്റെ തംബ്നെയിൽ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി. ഇതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇത് കണക്ക് ഇങ്ങനെ യൂട്യൂബ് തംബ്നെയിൽ ഇങ്ങനെ മുകളിൽ അത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത കാരണം അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ സൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സൈസ് ഇവിടെ ഇതിന്റെ യൂട്യൂബിന്റെ തംബ്നെയിലിന്റെ സൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ഓക്കെ എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് ഓക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിന്റെ തംബ്നെയിൽ സൈസ് നമുക്ക് വരും. അപ്പോൾ ഇത് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓക്കെയിൽ ടച്ച് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു. അത് കഴിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്കിവിടെ ആ യൂട്യൂബ് തംബ്നെയിലിന്റെ സൈസ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇങ്ങനെ തംബ്നെയിലിന്റെ സൈസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇനിയും നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളറ്, അതായത് ഇപ്പോൾ ഒരു സിംഗിൾ കളർ വേണമെങ്കിൽ സിംഗിൾ കളർ നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഡബിൾ കളർ, അങ്ങനെ പല സൈസിൽ കളറുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ താഴെയായിട്ട് ഇവിടെയായിട്ടൊരു ഐക്കോൺ കാണിക്കുന്നുണ്ട്. ആ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കളർന്ന് കാണാം. ഇവിടെയായിട്ട് അതിന് മുന്നായിട്ട് ഇവിടെ ഈ 2-3 ഐക്കോൺ ഉണ്ട്. ഈ 3 ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന 3 ഐക്കോൺ, ഈ 3 ഐക്കോണാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ ഉപയോഗം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇതിന്റെ കളർ സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മളപ്പോൾ ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് കളർന്ന് നമുക്ക് കാണിക്കും. ഇവിടെ കളർന്നുള്ളിടത്ത് ഇവിടെ കളർന്ന് കാണുന്നില്ലേ,
അപ്പോൾ നമ്മൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താലാണ് ഈ കളർ വരുന്നത്. അത് ആദ്യമേ ആലോചിക്കണം. അത് ബാക്ക്ഗ്രൗണ്ട് കളറിന് വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആ കളർ എന്നുള്ളതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇങ്ങനെ കളർ ഇങ്ങനെ കളർ കാണിക്കും. ഇങ്ങനെ കളർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കളറിൽ ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഏത് വേണേലും ചൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സിംഗിൾ കളറായിട്ട് അത് അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ മുകളിലായിട്ട് കളർ ഒന്ന് കാണിച്ചേക്കുന്ന അവിടോട്ട് നമ്മൾ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും കളർ നമുക്ക് ആദ്യമേ ഒന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കളർ, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഏത് കളർ വേണേലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഏത് കളർ നമുക്ക് സെലക്ട് ചെയ്താലും അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു കളർ ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പൊ നമുക്കിവിടെ ഈ റെഡ് തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ റെഡ് കളർ തന്നെ നമുക്ക് ഒന്ന് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ സെലക്ട് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇനി ഇതിപ്പോൾ നമ്മൾ നമുക്ക് സിംഗിൾ കളറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേറെ ഏതെങ്കിലും കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ആയിട്ട് പ്ലസ് എന്നുള്ള ഐക്കോണിലോട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഈ വേറെ ഏതെങ്കിലും കളർ മാറ്റാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ പച്ച മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പച്ചയാക്കി ഇപ്പം പച്ച കളറാക്കി ഇതിപ്പം പച്ച കളറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സിംഗിൾ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, സിംഗിൾ. പക്ഷെ ഞാൻ സിംഗിൾ അല്ല യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ രണ്ട് കളർ ഇങ്ങനെ ചെയ്യാനും വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ തൊട്ട് താഴെയായിട്ട് ഉള്ള രണ്ട് ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഇവിടെയായിട്ട് ഒരു കളർ കാണിക്കുന്നുണ്ട്. ഈ കളർ നമ്മളങ്ങ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെയോട്ട് ഇവിടെ നമ്മൾ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണിക്കും. ഈ ആരോ മാർക്ക് ഇത് നമുക്ക് ഇപ്പൊ ഇങ്ങനെ മേലുകീഴുള്ളത് അത് നമ്മൾ സൈഡിലോട്ടാക്കാം. അപ്പൊ സൈഡിലോട്ടാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സൈഡിലോട്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് രണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയാണത്. അല്ല, ഇതിങ്ങനെ ആരോമാർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മേളിലും താഴെയും കളറായി പോകും. അതിൽ നല്ലത് നമുക്ക് ലെഫ്റ്റും സൈഡും കളർ വേണം, രണ്ട് കളർ കൊടുക്കാൻ. അതിനു വേണ്ടിയാണ്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് രണ്ട് കളർ കൊടുക്കണമെങ്കിൽ ഈ തൊട്ട് താഴെയായിട്ട് രണ്ട് ഇത് കാണിക്കുന്നുണ്ട്. അതിൽ ടച്ച് ചെയ്താണ് നമുക്ക് കളർ സെലക്ട് ചെയ്യേണ്ടത്. ഈ പ്ലസ് എന്നുള്ള ഇതിൽ ടച്ച് ചെയ്താൽ നമുക്ക് വേറെ ഒരു കളറും കൂടെ കൊടുക്കാം. മൈനസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളർ ടച്ച് ചെയ്യുന്നുണ്ടോ അത് മൈനസ് ആയി പോകും. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലത്തെ അതിൽ ടച്ച് ചെയ്തിട്ട് ഇവിടെ ആയിട്ട് കാണുന്ന ഈ ഐക്കോണിൽ ടച്ച് ചെയ്ത് നമ്മൾ ഓക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് തന്നെ നമുക്കിവിടെ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന റെഡ് കളർ അങ്ങ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ റെഡ് കളർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇതിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫുള്ള് റെഡ് ആക്കാൻ വേണ്ടി ഈ താഴെയായിട്ട് ഒരു 3 ലൈൻ കാണിക്കുന്നില്ലേ, ആ 3 ലൈൻ നമ്മൾ അതങ്ങ് ഫുൾ റൈറ്റിലോട്ട് അങ്ങ് മാറ്റി കഴിയുന്നുണ്ടെങ്കിൽ അത് ശരിക്കും റെഡ് കളർ നല്ല റെഡ് ആവും. മുകളിലായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കാണാൻ സാധിക്കും ശരിക്കും റെഡ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഓക്കെ എന്നുള്ളിടത്ത് തൊട്ട് താഴെയായിട്ട് ഓക്കെ എന്നുള്ളിടത്തോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളർ അങ്ങ് സെലക്ട് ആവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഒരു കളറാണ് സെലക്ട് ആയത്, ഒറ്റ സൈഡ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കളർ സെലക്ട് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ടാമത്തെ സൈഡിൽ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ഇത് കണ്ടില്ല, ഈ ഇപ്പോൾ ആരോമാർക്ക് വന്ന് അവിടെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇതേമാതിരി തന്നെ ഈ ഐക്കോണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതുകൊണ്ട് കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. കണ്ട, ഇപ്പം കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഇനി നമ്മൾ പച്ച സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഈ പച്ച ഒന്ന് സെലക്ട് ചെയ്തു. ഇത് നല്ല ഗ്രീൻ ആക്കാൻ വേണ്ടി നമുക്കത് റൈറ്റ് സൈഡിലോട്ടും ആ 3 ലൈനും ഇങ്ങനെ റൈറ്റ് സൈഡ് ആക്കിയിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കളറും അങ്ങ് സെലക്ട് ആവും. അപ്പൊ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം 2 കളറും നമ്മൾ സെലക്ട് ചെയ്തു. ഒന്ന് ലെഫ്റ്റ് സൈഡിലത്തെ റെഡും ഒന്ന് ഗ്രീനും, 2 കളർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ താഴെയായിട്ട് ടച്ച് ചെയ്ത് ഓക്കെയിൽ കൊടുത്ത് നമ്മൾ ഓക്കെ ആക്കി. ഇപ്പം നമുക്ക് നമ്മുടെ തംബ്നെയിലിന്റെ കളർ ഇങ്ങനെ പാതി റെഡും പാതി ഗ്രീനുമായിട്ട് നമുക്ക് കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കളർ നമുക്ക് ലൈറ്റ് ആക്കാനും ഡാർക്ക് ആക്കാനും സാധിക്കും. ലൈറ്റ് ആക്കണമെങ്കിൽ ലൈറ്റ് ആക്കാം, ഡാർക്ക് ആക്കണമെങ്കിൽ ഡാർക്ക് ആക്കാം. അതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഗാലറി പോകാൻ വേണ്ടി ഇങ്ങനെ മുകളിൽ ടച്ച് ചെയ്തിട്ട് ഈ ഫ്രം ഗാലറി എന്നുള്ള ഇത് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. ഗാലറി പോയി കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് ഞാൻ ഒരു ബ്ലാക്ക് കളറിന്റെ ഒരു സ്ക്രീൻ
ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഈ താഴെ കാണുന്ന ഈ ടിക്കിൽ ഓക്കെ കൊടുത്ത് നമ്മൾ നമ്മുടെ ഈ സ്ക്രീനിൽ കൊണ്ടുവന്നു. ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇത് മാറ്റിയിട്ട് ഒരു സൈഡിൽ ടച്ച് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് മൊത്തം അത് സ്ക്രീൻ അങ്ങ് ഫുൾ ആക്കണം. ഫുൾ ആക്കി കഴിയുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് മൊത്തം ബ്ലാക്ക് ആയിട്ട് കാണുന്നില്ലേ. ഇനി വേണ്ടി ഇവിടെ താഴെയായിട്ട് ഒരു ഐക്കോൺ കാണുന്നില്ലേ, ഈ ഐക്കോണിൽ നിങ്ങൾ ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്വല്പം ഈ ഇതിങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യിച്ച് കഴിയുന്നുണ്ടെ വേണ്ടി ഇവിടെ ആയിട്ട് ഒപ്പാസിറ്റി എന്ന് കാണുന്നുണ്ട്. ഇതാ ഇവിടെയായിട്ട് ഒപ്പാസിറ്റി. ഓക്കെ, ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇപ്പൊ റൈറ്റ് സൈഡിൽ മൊത്തം 100% കാണിച്ചേക്കുന്നത്. ഇത് നമുക്ക് ലെഫ്റ്റിലോട്ട് മൈനസ് ആക്കിയിട്ട് ഇത് നമുക്ക് ഇത് ഡാർക്ക് ആക്കാനും ലൈറ്റ് ആക്കാനും ഇതിങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ആ കളർ ആക്കി വെച്ചിട്ട്, അതായത് കുറച്ച് ലൈറ്റ് ആക്കണമെങ്കിൽ ലൈറ്റ് ആക്കാം, ഡാർക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും. അതപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുവന്ന് കളർ സെലക്ട് ചെയ്തിട്ട് ഈ തൊട്ട് റൈറ്റ് സൈഡിലോട്ടുള്ള അവിടെ ടിക്കിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് സെലക്ട് ആവും. ഓക്കെ, ഇതിലങ്ങ് സെലക്ട് ആവും. ഇപ്പം നമുക്ക് ഈ ഒരു കളർ നമ്മൾ ഇത്രയും മതി. ഇനി റൈറ്റ് സൈഡിൽ ടിക്കയിൽ ടച്ച് ചെയ്ത് നമ്മൾ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്ക് ഒരു സ്വല്പം കളർ അങ്ങ് ലൈറ്റ് ആക്കി ഇല്ലേ, ഇങ്ങനെ ലൈറ്റ് ആക്കി. ഇപ്പൊ ആ ഡാർക്ക് കളർ അങ്ങ് മാറിയിട്ട് ഒരു സ്വല്പം ലൈറ്റ് ആയില്ലേ. അപ്പൊ ഇനി ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ട് വരും. ഓക്കെ, അതിനാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഗാലറി പോയിട്ട് ഇനി എന്തെങ്കിലും ഒരു വൈറ്റ് സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, വൈറ്റ് കളറ്. അപ്പൊ ആ കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിയുന്ന ഒരു റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിൽ ടച്ച് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ടിക്കിൽ ടച്ച് ചെയ്ത് ഓക്കെ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൗണ്ടിൽ വേണം. അത് എന്നിട്ട് ഒരു സ്വല്പം നമ്മുടെ ഐഡിയയിൽ അത് ഒരു രീതിക്ക് ചെയ്യാനാണ്. ചതുരമായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് ഈ റൗണ്ടിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ റൗണ്ടിൽ സെലക്ട് ചെയ്തിട്ട് വേണ്ടി ഈ താഴെ കാണുന്ന വേണ്ടി ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തിട്ട് നമുക്കിത് സ്വല്പം ഇത് ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മളിത് എവിടെ സെലക്ട് ചെയ്യണോ അവിടെ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതാൻ വേണ്ടിയാണ് വേറെ കളർ വെച്ചിട്ട്. അപ്പോൾ അത് നല്ല ഇച്ചിരി കാണാനെ കൊണ്ട് നല്ല ഒരു വേറൊരു ഡിസൈൻ ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിന്റെ PNG വേണം നമുക്ക്. യൂട്യൂബിന്റെ PNG. അപ്പൊ യൂട്യൂബിന്റെ PNGക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിളിൽ ഇത് കണക്ക് യൂട്യൂബ് PNG ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്ക് ഇഷ്ടം പോലെ PNG ഇങ്ങനെ കാണിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് വേണേലും നമുക്ക് ഈ യൂട്യൂബ് എന്ന് ഇങ്ങനെ എഴുതിയേക്കുന്ന ഇതിൽ ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ എൻ്റെ മൊബൈലിൽ യൂട്യൂബ് PNG ഉള്ളത് കൊണ്ട് എനിക്ക് ഇത് കണക്ക് ഗൂഗിളിൽ പോയിട്ട് ഇത് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കണക്ക് ഗൂഗിളിൽ പോയിട്ട് ഇത് കണക്ക് യൂട്യൂബ് PNG എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇത് കണക്ക് ഏതെങ്കിലും ഒരു PNG ഇത് കണക്ക് ഞാൻ കാണിച്ച ഇതേമാതിരി തന്നെ നിങ്ങൾ PNG സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്യാം, ഇത് കണക്ക് എൻ്റെ ഇത് കണക്ക് മൊബൈലിന്റെ ഗാലറി പോവുകയാണ്. ഗാലറി പോയിട്ട് ഞാൻ ഗാലറിയിൽ നിന്ന് ഇത് കണക്ക് ഒരു യൂട്യൂബിന്റെ PNG എടുത്തു. യൂട്യൂബിന്റെ PNG എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇനി യൂട്യൂബിന്റെ വേറൊരു PNG കൂടെ വേണം. അപ്പൊ അതിനുവേണ്ടി വീണ്ടും ഞാൻ ഗാലറി പോവുകയാണ്. ഗാലറി പോയിട്ട് അതും ഇത് കണക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ ഇതില് ഒരു എന്തെങ്കിലും ഈ ലാസ്റ്റിലായിട്ട് യൂട്യൂബിൽ നിന്ന് വേണ്ടേ, അപ്പൊ ഒരു എന്നുള്ള ഒരു അക്ഷരം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതിന്റെ കളർ മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിന് ബ്ലാക്ക് കളറാണ് കൊടുക്കേണ്ടത്. ഇതിന് മാച്ചായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് കളർ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സ്വല്പം വലുതാക്കണം. ഇതൊന്ന് വലുതാക്കാൻ വേണ്ടി നമ്മൾ മുകളിലായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഈ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് പെൻസിലിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്തതിന് ശേഷം ഈ രണ്ടാമത്തെ ഈ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഇത് ഇങ്ങനെ താഴെ കാണുന്ന ഈ അരയിൽ ഇത് നമ്മൾ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും അനുസരിച്ച് അത് വലുതും ചെറുതാവും. അപ്പം നമ്മൾ വലത്തോട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതാകുന്നുണ്ട്. ഇപ്പം ഇതിങ്ങനെ വലുതായിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടുന്ന സൈസിലാക്കി കൊണ്ടുവന്ന്
ഇവിടെ എവിടെ സെലക്ട് ചെയ്യണോ അവിടെ കൊണ്ടുവന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ എനിക്കിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യണമായിരുന്നു, ഞാൻ സെലക്ട് ചെയ്തു. ഇനി എന്നിട്ട് ഇതൊന്ന് ഡാർക്ക് ആക്കണം. ഡാർക്ക് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ സ്ട്രോക്ക് എന്ന് കാണുന്ന അതുകൊണ്ട് ഇവിടോട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതൊന്ന് എനേബിൾ ചെയ്യുകയാണ്. ഇതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഇത് കണക്ക് ബ്ലാക്ക് കളർ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ബ്ലാക്ക് കളർ ഞാനിങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൂവ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ മുകൾ കാണുന്നതിൻ്റെ ഇവിടെ ഈ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഇതെല്ലാം ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഇതെല്ലാം അങ്ങ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂവ് ആവത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മൂവ് ആവത്തില്ല. മൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല ഓരോന്ന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് കണക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യാം. അതിപ്പോൾ ഇതെല്ലാം ഒന്ന് നമ്മളങ്ങ് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിങ്ങനെ ലോക്ക് ചെയ്തു. ഇനി ലോക്ക് ചെയ്തതിന് ശേഷം അതേ ഐക്കോണിൽ ടച്ച് ചെയ്താൽ മാത്രമേ ഇത് തിരിച്ചു പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ തിരിച്ചു പോയതിനു ശേഷം നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിളിൽ തന്നെ ഇത് കണക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നുള്ള ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുന്നുണ്ടെ ഇത് കണക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ഇങ്ങനെ നമുക്ക് കാണിക്കും. അപ്പൊ ഇവിടോട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇവിടോട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് കണ്ടിപ്പോൾ ഇവിടെയായിട്ട് അപ്ലോഡ് ഇമേജ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഈ ഒരു ഫോട്ടോ ഇപ്പോൾ എൻ്റെ ഗാലറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഇതാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇവിടോട്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, അപ്പം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് നേരെ നമ്മുടെ ഇത് കണക്ക് മുകളിൽ കാണുന്ന ഇവിടെ ടച്ച് ചെയ്തിട്ട് ഗാലറി എന്നുള്ളിടത്ത് ഇവിടെ ടച്ച് ചെയ്ത് നമ്മൾ നേരെ ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇത് കണക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഇത് കണക്ക് ഫോട്ടോ സെലക്ട് ചെയ്യണം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് കണക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടിക്കയിൽ ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിലേക്ക് വന്നു കഴിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എവിടെയാണ് സെലക്ട് ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇത് കണക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇത് കണക്ക് നമ്മുടെ ഫോട്ടോയൊക്കെ ഇത് കണക്ക് ഫോട്ടോ എന്നല്ല എന്തൊരു സാധനം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തിട്ട് നമ്മൾ എടുക്കാം. അപ്പോൾ ഈ ഫോട്ടോ ഇപ്പം ഇത് മുകളിലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ മുകളിലോട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി സ്വല്പം ഈ ചെയ്തിരിക്കുന്ന ഇതെല്ലാം ഒന്ന് സ്വല്പം ചെറുതാക്കണം. അപ്പോൾ ഇത് കണക്ക് ഞാൻ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതൊന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ചെറുതാക്കിയതിന് ശേഷം ഈ ഇപ്പോൾ ഇവിടെ ആയിട്ട് ഈ എല്ലെന്ന് കാണുന്നത് നമ്മൾ ഒരു എല്ല് ഇട്ടിട്ടുണ്ടല്ലോ പ്രത്യേകമായിട്ട് എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ആ എല്ല് യൂട്യൂബിൽ നിന്നുള്ളതിന് എല്ല് ആ താഴോട്ട് മാറ്റിയിട്ട് ഇനി നമുക്ക് ഇത് സ്വല്പം കൂടെ ഇതെല്ലാം ഒന്ന് ചെറുതാക്കണം. ഈ യൂട്യൂബിൻ്റെ പി എൻ ജി ഇതെല്ലാം ഒന്ന് ചെറുതാക്കി എല്ലാം ഒന്ന് ചെറുതാക്കി സെലക്ട് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ശരിയായിട്ട് നമുക്ക് മുകളിലോട്ട് ഒന്ന് കൊണ്ടൊന്ന് ശകലം കൊണ്ട് സെലക്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ വെച്ച് പക്ഷെ നമ്മൾ ഇപ്പോൾ ഫോട്ടോ എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ ഇതും കൂടെ ഇതും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതെല്ലാം അങ്ങ് ലോക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇതെല്ലാം നമ്മൾ അങ്ങ് ലോക്ക് ചെയ്തു. ഫോട്ടോ സഹിതം എല്ലാം നമ്മൾ ലോക്ക് ചെയ്തു. ഓക്കെ, ഇപ്പം നോക്കി ഇതെല്ലാം നമ്മൾ ഇനി നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഈ സാധനങ്ങളൊന്നും ഇനി മൂവ് ആവത്തില്ല. എല്ലാം നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതേണ്ട കാര്യങ്ങൾ, അതായത് ഈ താഴെയായിട്ട് കാണുന്ന ഈ ടെസ്റ്റ് എന്നുള്ളത്, അതായത് എന്ന് എഴുതിയേക്കുന്ന ആ ഐക്കോണിന്റെ ടച്ച് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റ് എന്നുള്ളത് വരുന്നത്. അതിന് ശേഷം ഈ എഡിറ്റ് എന്നുള്ളത് ഇത് വരും. ഈ എഡിറ്റ് എന്നുള്ളത് അതിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും ഇനി എഴുതാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ അതിൽ ടച്ച് ചെയ്തിട്ട് ലൈവ് എന്നൊന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ. അപ്പം ഈ ലൈവ് എന്നുള്ള എഴുതിയത് ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ലൈവ് എന്ന് ഞാൻ എഴുതുന്ന രീതി ഇത് മിക്കവാറും ആർക്കും അറിയാഞ്ഞിട്ടല്ല, ചിലരൊന്നും അങ്ങനെ ചെയ്യാറില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഡബിൾ ജോലിയാണ്. മടിയന്മാർ ചെയ്യത്തില്ലെന്ന് പറയത്തില്ല ചില കാര്യങ്ങൾ. അങ്ങനെ ഇത് പ്രത്യേകിച്ച് മടിയുള്ളവരാണ് ഇത് തീർച്ചയായിട്ടും ചെയ്യത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ഡബിൾ ജോലിയുണ്ട്. അതുകൊണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ലൈവ് എന്ന് ഇത് കൊടുത്തിട്ട് ഇതിന് കളർ കൊടുക്കുകയാണ്. ഇങ്ങനെ
ഒരു മഞ്ഞ കളർ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തതിന് ശേഷം ഇവിടെയായിട്ട് ഈ സ്ട്രോക്ക് എന്നുള്ള ഇതിൽ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അതിൽ ടച്ച് ചെയ്തിട്ട് നമ്മളിത് ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് ടച്ച് ചെയ്തിട്ട് ഇതൊന്ന് എനബിൾ ആക്കണം. ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് എനബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളർ ഏത് കളറാണോ, നമ്മൾ മഞ്ഞ കളറല്ലേ അതിന് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത് നമ്മൾ മഞ്ഞ കളർ തന്നെയാണ് കൊടുക്കുന്നത്. മഞ്ഞ കളർ കൊടുത്തിട്ട് ഈ താഴെയായിട്ട് കാണുന്ന നമ്മൾ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൽ ഇത് മൈനസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് മൊത്തം അങ്ങ് പ്ലസിലോട്ട്, അതായത് മൊത്തം റൈറ്റ് സൈഡിലോട്ട് ഇനി കൊണ്ടുവരണം. അതപ്പോൾ കൂടി നമ്പർ കൂടി വരുന്നത് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഇതിങ്ങനെ മൊത്തം അങ്ങ് വലുതാക്കി കഴിയുന്നത് അതിനനുസരിച്ച് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഇത് ലൈവ് എന്ന് എഴുതിയിരിക്കുന്ന അതും വലുതായിട്ടുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കണം, അതും വലുതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്വല്പം കൂടി വലുതാക്കാൻ വേണ്ടി മേളിലുള്ള ഈ പെൻസിലിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇത് കണക്ക് രണ്ടാമത്തെ ഇതിൽ ഐക്കോണിൽ ടച്ച് ചെയ്ത് ഇതൊന്ന് വലുതാക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വലുതാക്കുന്നുണ്ട്. നമ്മൾ വലുതാക്കിയിട്ട് എവിടെയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവെക്കേണ്ടത് അവിടെയായിട്ട് നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവെക്കാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി വെച്ചതിന് ശേഷം നമ്മളൊന്ന് ലോക്ക് ചെയ്തു. അത് ലോക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മണ്ടയ്ക്ക് നമ്മൾ ഇനി ലൈവ് എന്ന് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് കണക്ക് തന്നെ ഈ ടെസ്റ്റിൽ ഇത് കണക്ക് ഒന്ന് എടുത്ത് എഴുതുകയാണ്. ലൈവ് എന്ന് വീണ്ടും നമ്മൾ എഴുതുന്നു. ലൈവ് എന്ന് വീണ്ടും എഴുതിയിട്ട് അതിന് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് വേറൊരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ലൈവ് എന്ന് എഴുതി അത് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ഈ കളർ നമ്മൾ ഇതിന് വേറൊരു കളർ കൊടുക്കും. ഇപ്പം കളർ കൊടുക്കാൻ ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഡ് കളറാണ് കൊടുക്കാൻ പോകുന്നത്. ഈ യെല്ലോയിൽ റെഡ് കളർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ല തിളക്കമായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വലുതാക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് പോയി അതേ വലുതാക്കാൻ വേണ്ടി ശ്രമിച്ചില്ല, അതേമാതിരി അത് വലുതാക്കാൻ വേണ്ടി ഇതേമാതിരി ഇങ്ങനെ വലുതാക്കിയിട്ടുണ്ട്. സ്വല്പം വലുതാക്കി അതിന് വേണ്ടുന്ന സൈസ് അതിന് ഉള്ളിലായിട്ട് ആ യെല്ലോയ്ക്ക് ഉള്ളിലായിട്ട് ആ കളറിന് ഉള്ളിലായിട്ട് വരത്തക്കണക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇത് കണക്ക് തന്നെ ഈ സ്ട്രോക്ക് എന്നുള്ളത് വന്ന് ടച്ച് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഇനി അത് എനബിളും ചെയ്തു. ഇനി ഇത് കണക്ക് റെഡ് കളർ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതപ്പോൾ ഇച്ചിരി ഡാർക്ക് കിട്ടാൻ വേണ്ടിയാണ്. റെഡ് കളർ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ ഷാഡോ കൊടുക്കണം. ഷാഡോ ഇതിന് കൊടുത്താലേ ഇച്ചിരി കൂടെ ഒരു അക്ഷരങ്ങൾ കട്ടയടിച്ച മാതിരി ഇങ്ങനെ. അതിനുവേണ്ടിയാണ് നമ്മൾ ഷാഡോ സെലക്ട് ചെയ്തു. ഷാഡോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചരിഞ്ഞിരിക്കുന്ന മാതിരിയൊക്കെ ഒന്ന് ഷേപ്പ് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മളിങ്ങനെ ബ്ലാക്ക് കളർ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുകയാണ് ഷാഡോയിൽ. അപ്പോൾ സെലക്ട് ചെയ്തു. ഇനി എന്നിട്ട് ഇത് സ്വല്പം താഴോട്ട്, അതായത് മുകളിലോട്ടൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് എനേബിൾ ചെയ്യണം. എന്നിട്ട് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇത് ഷാഡോ നമുക്ക് കട്ടക്ഷരം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ രണ്ട് ലൈനുണ്ട്. ഈ രണ്ട് ലൈനിൽ ആണ് നമുക്ക് ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് ലൈൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ മൂവ് ചെയ്യിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് അക്ഷരങ്ങൾ ഇത് നോക്ക്. ഇപ്പം നിങ്ങൾ ഇത് മൂവ് ചെയ്യിക്കുന്നതനുസരിച്ച് അക്ഷരങ്ങൾ കട്ടയാവുകയും എടുക്കുക. അത് നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അത് കൂട്ടുകയും കുറച്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് എഴുതാൻ പോകുന്നത് ഇത് കണക്ക് ഇവിടെ എഡിറ്റ് എന്നുള്ളത് ടച്ച് ചെയ്ത് പോകാം വരൂ, അതായത് യൂട്യൂബിൽ ലൈവ് പോകാം വരൂ എന്നാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങളെ അവിടെ കാണിച്ച തംബ്നെയിൽ അതേമാതിരിയാണ്. അപ്പം പോകാൻ വരൂ എന്ന് ഞാൻ ഇവിടെ എഴുതി അത്. അപ്പോൾ ഇവിടെ വെക്കാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈവ് എന്നുള്ള നമ്മൾ എഴുതിയിട്ടില്ലേ, അതൊന്ന് ചെറുതാക്കണം. അപ്പോൾ ഇത് ചെറുതാക്കുന്ന ഇതേ രീതിയിൽ രണ്ടും ഇങ്ങനെ യെല്ലോ കളർ അത് ചെറുതാക്കുന്ന അതേമാതിരി തന്നെ നമ്മൾ ലൈവ് എന്ന് എഴുതിയേക്കുന്ന അതും ഇത് കണക്ക് അതിന്റെ സൈസ് അനുസരിച്ച് ചെറുതാക്കി കൊണ്ടുവന്ന് ഇത് കണക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി താഴെയായിട്ട് നമുക്ക് സ്ഥലമുണ്ട്. അപ്പോൾ ഇത് താഴെയായിട്ട് കാണുന്നിടത്ത് പോകാൻ വരും എന്നുള്ളിടത്ത് അത് ഇച്ചിരി കൂടെ വലുതാക്കാം. നമുക്ക് ഇതേമാതിരി ഇങ്ങനെ വലുതാക്കി കൊടുക്കാം. ഇതിങ്ങനെ വലുതാക്കി കൊടുത്തതിന് ശേഷം ഇത് ഒരു സ്വല്പം കൂടി റൈറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഇത് കണക്ക് പോകാൻ വരും എന്നുള്ളത് സെലക്ട് ചെയ്ത് നമ്മൾ വെച്ചു. ഇനി ഇതിനൊരു കളർ നമ്മളിപ്പം കളർ കൊടുക്കാം. ഇതിപ്പം മുകളിലൊക്കെ ഉള്ളത് ഇതിനെല്ലാം നമ്മൾ കളർ കൊടുത്ത മാതിരി തന്നെ ഇതിനൊരു കാര്യം ചെയ്യാം. വെള്ള കളർ തന്നെ നമുക്ക് കൊടുക്കാം. മറ്റതൊക്കെ റെഡൊക്കെ കൊടുത്തില്ലേ, അപ്പോൾ ഇതിന് വെള്ള നമ്മൾ ഇതുകൂടെ കൊടുത്ത് നമ്മൾ വെള്ള കളർ കൊടുത്തിട്ടുണ്ട്. സ്ട്രോക്കിൽ വന്നിട്ട് അത് ഇങ്ങനെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെള്ള കളർ ഇച്ചിരി ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ ഇനി ഇത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇവിടെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് സ്ഥലം എക്സ്ട്രാ വരുന്നു കാണിക്കുന്നുണ്ട്, എക്സ്ട്രാ ഉണ്ട്, സ്പേസ് എക്സ്ട്രാ അവിടെ. അതങ്ങനെ നമുക്ക് വൃത്തികേടായിട്ട് തോന്നത്തില്ലേ? അപ്പൊ അവിടെ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ ഗാലറി പോകുന്നു, ഗാലറിയിൽ നിന്ന് ഇത് കണക്ക് ലൈവ് എന്നുള്ള ഒരു ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് നമുക്ക് ഈ ഇത് സെൻട്രലായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ സ്ഥലം ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കാണരുത്. അതിനുവേണ്ടി അവിടെ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ സ്പേസ് ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്ന് ഇതിനോട് യോജിക്കുന്ന, അതായത് നമ്മൾ ചെയ്യുന്ന തംബ്നെയിലിനോട് യോജിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം ഇതുകൊണ്ടൊക്കെ എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവന്ന് വെക്കാനായിട്ട്. നമ്മളിപ്പോൾ ഏതൊരു തംബ്നെയിൽ ചെയ്ത് കഴിഞ്ഞാലും ആ തംബ്നെയിലിന് യോജിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇതുകൊണ്ടൊക്കെ എക്സ്ട്രാ സ്പേസ് ഉള്ളിടത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിരിക്കും. ഇനി അതിനുശേഷം ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇതിപ്പം മൊത്തം കംപ്ലീറ്റ് ആയി. ഇതിനുശേഷം നമ്മൾ മുകളിലായിട്ട് ഒരു ബോക്സ് മാതിരി ഇത് കാണിക്കുന്നുണ്ട്. ആ ബോക്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണക്ക് സേവ് ആസ് എ പ്രൊജക്റ്റ് എന്ന് കാണാം. നമ്മൾ വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും എന്തെങ്കിലും തിരുത്തണമെന്നുണ്ടെങ്കിൽ അതിൽ ടച്ച് ചെയ്ത് തിരുത്താൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ താഴെയായിട്ട് സേവ് ആസ് ഇമേജസ് എന്നുള്ളതിൽ ടച്ച് ചെയ്ത് സേവ് ചെയ്ത് അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് ഇത് സേവ് ആവും. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് അത് സേവ് ചെയ്യുക വേണ്ടേ. നമുക്ക് പ്രൊജക്ട് അത് വീണ്ടും നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ഇമേജസിലോട്ട് സേവ് ചെയ്യാൻ വേണ്ടി ആ രണ്ടാമത്തെ ഇതിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തു. അത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ കസ്റ്റം എന്ന് കാണാം. അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഇത് കണക്ക് ഒരു ആരോ മാർക്ക് താഴോട്ട് കാണാം. അവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് അൾട്രാ ഇതിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയാണ്. അൾട്രാ ഇതിൽ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിരിക്കും. അപ്പോൾ അൾട്രാ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അൾട്രാ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് തൊട്ട് താഴെയായിട്ട് സേവ് ടു ഗാലറി എന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ അൾട്രാ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് തൊട്ട് താഴെ സേവ് ടു ഗാലറി എന്നുണ്ട്. തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഇത് നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്, ഷെയർ ചെയ്യാം. പക്ഷെ നമുക്ക് ഇത് ആർക്കും ഷെയർ ചെയ്യാനില്ല, അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. നമുക്ക് സേവ് ടു ഗാലറി, ഗാലറിയിലോട്ട് നമ്മൾ സേവ് ചെയ്യുകയാണ്. അപ്പോൾ സേവ് ടു ഗാലറി എന്നുള്ളിടത്ത് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ സേവ് ചെയ്തത് നമ്മുടെ ഗാലറിയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഗാലറിയിൽ ഏതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഇപ്പൊ നമ്മൾ ഇപ്പം ചെയ്ത തംബ്നെയിലാണ്. ഈ തംബ്നെയിൽ ഇപ്പോൾ ഈ ഞാൻ കാണിച്ചിരിക്കുന്ന തംബ്നെയിലുമാതിരി നിങ്ങൾ തംബ്നെയിൽ ചെയ്യാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു വീഡിയോയുടെയും തംബ്നെയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും അറിയാനില്ല. ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഇതേമാതിരി തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ശ്രദ്ധിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതേമാതിരി തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% ഈസി ആയിട്ട് തന്നെ, ഇതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ ചെയ്ത കാര്യമാണ്. അതപ്പോൾ ഈസി ആയിട്ട് ഇതേമാതിരി തന്നെ നല്ല കണക്ക് നിങ്ങൾക്ക് തംബ്നെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ആൾക്കാരുടെ ചാനൽ ഇത് കണക്ക് പലരോട് ചോദിച്ചു. പലർക്കും വീഡിയോ ചെയ്യുന്നവരാണ്, ചാനലൊക്കെ ഉണ്ട്, പക്ഷെ തംബ്നെയിൽ ചെയ്യാറില്ല. അവർ തംബ്നെയിൽ ചെയ്യാത്ത കാരണം അവരുടെ വീഡിയോയ്ക്കൊന്നും വ്യൂ ഇല്ല, ഒന്നുമില്ല. കൂടി പോയി കഴിഞ്ഞാൽ 10, 15, 20 ഇങ്ങനെയൊക്കെയുള്ള വ്യൂ ഉള്ളൂ. അതിൽ കൂടുതൽ വ്യൂ ആരും കാണാറില്ല. കാരണം തംബ്നെയിൽ പോലും ഇല്ലാത്ത വീഡിയോ ഒന്നും ആരും കാണാൻ ആഗ്രഹിക്കത്തില്ല. അപ്പം കുറഞ്ഞ പക്ഷം നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വീഡിയോയുടെ തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഈ തംബ്നെയിൽ ചെയ്യാൻ വേണ്ടി ഇതുകൊണ്ടൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇതുകൊണ്ടൊക്കെ നമ്മുടെ വീഡിയോ കാണും. അപ്പം നമ്മുടെ വാച്ച് ടൈം ഒക്കെ കൂടും. അങ്ങനെ അതിനുവേണ്ടി പ്രയോജനം ചെയ്യും. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പലർക്കും ഇതുകൊണ്ടൊക്കെ ഒരുപാട് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇതുകൊണ്ടൊക്കെ തംബ്നെയിൽ ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ഇതുകൊണ്ടൊക്കെ യൂട്യൂബർ ഉണ്ട്, പുതിയ ചാനൽ തുടങ്ങിയവരുണ്ട്, ഇനി തുടങ്ങാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ ഇതിന്റെ മെയിൻ ഇത് ഞാൻ പറഞ്ഞു, ഇത് കണക്ക് പിക്സൽ ലാബാണ് ഈ ആപ്പ്. ഈ ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൈസ ഒന്നും ചെലവില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പൈസ ചെലവുള്ള ആപ്പല്ല. അപ്പൊ ആർക്ക് വേണേലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണേലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തല്ല ഇത് കണക്ക് നിങ്ങൾ ഓരോ തംബ്നെയിലൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചാനലിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ആദ്യമേ ഒന്ന് ട്രൈ ചെയ്തൊന്ന് ഞാൻ ഈ ചെയ്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞിട്ട് അതേമാതിരി നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഒരുപാട് രീതിയിലൊക്കെ ഇത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന വേറെ രീതിയിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആ അക്ഷരങ്ങളുടെ അനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഇപ്പോൾ ആ യെല്ലോ കളർ വെച്ച് കൊടുത്തത്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് വേറെ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള അവിടെ ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾക്ക് വേണേൽ അതേ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ സാധിക്കും. അതപ്പോൾ സിമ്പിളാണ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി. ഇതാണെങ്കിൽ ഇച്ചിരി കൂടെ ഡബിൾ ജോലിയാണെന്നേ ഉള്ളൂ. പക്ഷെ ഇതാണ് ഇച്ചിരി കൂടെ കാണാൻ വേണ്ടി ഭംഗി. ഇതാണ്
ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ബെറ്റർ ആണ്, ഇതാണ് ഇച്ചിരി കൂടെ നല്ലതെന്ന് തോന്നുന്നു. കാര്യം ഞാൻ ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്ന തമ്മിലിനെക്കാട്ടിലൊക്കെ ഞാനിപ്പം ചെയ്യുന്ന ഇതേ രീതിയിൽ ചെയ്യുന്ന തമ്മിലാണ് എനിക്ക് തന്നെ ഇഷ്ടം. അപ്പം മറ്റുള്ളവർക്കും അത് ഉണക്ക് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ആവശ്യം തോന്നിയാൽ ഇത് ഉപയോഗിക്കാം, പക്ഷേ വാട്സപ്പ് ചാറ്റ് മാത്രം.